പ്രസിഡന്റിനെ ടിവിയിൽ കാണിക്കുന്നുണ്ട്, ഓഫ് ചെയ്തോ? കേരളത്തിൽ 1,00,000 പേരും കുടിച്ചിട്ട് നേരെയാണ് നിൽക്കുന്നത്. അല്ല, നീ എന്താ ബോധം കിട്ടു വീണ വസതി? Is this Vasanthi Krishnakumar of 1998 economics batch? I don't think so. It can be a Vasanthi Krishnakumar. വാസന്തി മാഡം, കലക്ടർ നിങ്ങളെ വിളിക്കുന്നുണ്ട്. പത്ത് മിനിറ്റ് മുമ്പാണ് കളക്ടർ വന്നത്. അകത്തൊരു ലേഡി ഓഫീസർ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ ഡിപ്പാർട്ട്മെന്റിൽ കണ്ടിട്ടില്ലല്ലോ. വല്ല എൻക്വയറി ആയിരിക്കും, അല്ലെങ്കിൽ ബോധം കെട്ട് വീണത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പറയായിരിക്കോ? വന്നേക്കുന്ന കളക്ടറാ, ഒന്ന് ഒതുങ്ങിയേ കൊള്ളാം. ആരാത്? അവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ പുറത്തു പോകണം. ഉടനെ തന്നെ പോണോ? ഔട്ട് സൈഡേഴ്സ് അകത്ത് കയറാൻ പാടില്ല. ആദ്യം പുറത്തു പോകും നിങ്ങൾ, അല്ലെ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. എന്നാ പോയി കംപ്ലൈന്റ് ചെയ്യ്. സൂസൻ, എന്തിനാ ഒരു പ്രശ്നം? അയാൾ പോയി കംപ്ലൈന്റ് ചെയ്യും. മിസ് വാസന്തി, if you don't stop this right now, you will be expelled from this college. ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഞങ്ങളുടെ അവകാശം. വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഞങ്ങളുടെ അവകാശം. വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഞങ്ങളുടെ അവകാശം. വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഞങ്ങളുടെ അവകാശം. You can expel me, sir, but I have a question. നമ്മുടെ കോളേജിൽ ആരും മോശമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നതുമില്ല, അസഭ്യം പറഞ്ഞ ആരെയും വേദനിപ്പിക്കുന്നതുമില്ല. ഞങ്ങളെല്ലാം സ്പോർട്ടീവായി എടുക്കുന്നു. അഥവാ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ അമ്മയുടെയോ അനിയത്തിയുടെയോ വസ്ത്രം അല്പം ഒന്ന് നീങ്ങിപ്പോയെങ്കിലോ ട്രാൻസ്പെറന്റ് ആയി ഡ്രസ് ചെയ്താലോ അവരുടെ വികാരം എന്തായിരിക്കും? വീട്ടിലുള്ളവരോട് പെരുമാറുന്നത് പോലെ പുറത്തും പെരുമാറണം. വെറും വസ്ത്രത്താൽ ആരും ഉയരാനും പോകുന്നില്ല, താഴാനും പോകുന്നില്ല. ഞങ്ങൾ ആരും ഡ്രസ് കോഡ് സ്വീകരിക്കാൻ തയ്യാറല്ല. ആ വാസന്തി എവിടെയാ? അറിയില്ല, കണ്ടെത്തണം. ഇത്രയൊക്കെ ഉള്ളൂ ജീവിതമെന്ന് കരുതി ഞാൻ നെടുവീർപ്പെടുകയാണ്. ഇത് വാസന്തി തന്നെയാണോ സംസാരിക്കുന്നത്? നമ്മുടെ കോളേജില് നിന്റെ പേര് അറിയാത്ത സ്റ്റുഡൻസ് ഇല്ല. നിന്റെ കാലിബറിൽ പാതി പോലും എനിക്കില്ല. നിന്നെ കണ്ട് നിന്നെ പോലെ പഠിക്കാനും നിന്നെ പോലെ പെരുമാറാനും നിന്നെ ഇൻസ്പിറേഷനായി കണ്ടിട്ടാ ഇപ്പൊ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ആയിട്ടുള്ളത്. നിനക്ക് എന്ത് പറ്റിടി? എന്നെ കൊണ്ട് കുടുംബം കുട്ടികളെന്ന് പറഞ്ഞ് ജീവിച്ച് നിന്റെ ഈ യൂഷ്വൽ ക്ലിഷേസ് ഒന്നും എൻ്റെ അടുത്ത് പറയണ്ട. ഉള്ള ഭക്ഷണം മുഴുവൻ മക്കൾക്ക് പങ്കിട്ട് കൊടുത്തിട്ട് വയറ് മുറുക്കി വിശപ്പോടെ കിടക്കുന്ന അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടുവിടുന്നു.
ഇതാണ് എന്റെ യഥാർത്ഥ മുഖം. ഈ ഫേസ്ബുക്കിൽ സ്വന്തം മുഖം പോലും കാണിക്കാതെ സൂര്യയുടെ ചിത്രവും നയൻതാരയുടെ ചിത്രവും വെച്ച് ടെക്സ്റ്റ് ചെയ്യുന്ന കുമാരന്മാരെ, കുമാരികളെ. പ്രസിഡന്റിന്റെ മുമ്പിൽ ബോധം കെട്ട് വീണ് ഈ ലോകരാജ്യങ്ങളുടെ നടുവിൽ ഈ ദേശത്തെയും നിങ്ങളെയും തല താഴ്ത്തിപ്പിച്ചത് ഞാനാ. എന്റെ സ്വന്തം ജീവിതത്തിലെ ജോലി തിരക്ക് മൂലവും ഒരു ദിവസം മുഴുവനും നിങ്ങളെപ്പോലെ ഫേസ്ബുക്കിൽ സമയം ചെലവാക്കാൻ കഴിയാത്തതിനാലും എന്റെ ഈ വൈകിയ മറുപടിക്ക് ആദ്യം ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നെ പറ്റിയുള്ള കമന്റുകളും കാർട്ടൂണുകളും നന്നായിരുന്നെങ്കിലും യഥാർത്ഥ സംഭവം അറിഞ്ഞാൽ നിങ്ങളുടെ ഊഹാപോഹങ്ങൾക്ക് അത് സഹായമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ശ്രദ്ധയോടെ കാണണേ. ഹാളിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. എന്നെ ചുറ്റി 7 ബ്ലാക്ക് കാറ്റ്സ്, 4 വൈറ്റ് കാറ്റ്സ്. അതിൽ 1 ഫീമെയിലാ. കിങ് കോങ് കിങ് കോങ്. വയർലെസ്സിൽ പ്രസിഡന്റ് വരുന്നു എന്ന് വാർത്ത വന്നോണ്ടേയിരിക്കുന്നു. ടോട്ടൽ സൈലൻസ്. ഒറ്റ അക്ഷരം ആരും മിണ്ടുന്നില്ല. വിശ്വസിക്കൂ, ഞാൻ മാത്രം അവിടെ ശ്വാസം വിടുന്നത്. കഥവ് തുറന്നു. പ്രസിഡന്റ് എത്തിക്കഴിഞ്ഞു. ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ആ നിമിഷം പ്രസിഡന്റ് എന്റെ മുന്നിൽ വന്ന് നിന്ന് 2 കൈയും കൂപ്പി നമസ്തേ എന്ന് പറഞ്ഞു. ഉള്ള സമയം ഫേസ്ബുക്കിന് വേണ്ടി ചെലവഴിച്ച് പ്രേമവും ബെഡ്റൂമും സ്വന്തം ജീവിതവും ഒളിയും മറയുമില്ലാതെ ശുദ്ധ മനസ്കതയോടെ തുറന്നു കാണിച്ച് ജനസേവനം ചെയ്യുന്ന മിത്രങ്ങളെ ബോധം കെട്ട് വീഴുക എന്നത് ഞാൻ ആദ്യമായിട്ടല്ല. ആദ്യമായി ഒരാളെ കണ്ട് ബോധം കെട്ട് ഭാര്യയായി, രണ്ടാമതും ബോധം കെട്ടു ഒരമ്മയായി, ഇപ്പൊ പ്രസിഡന്റ് മുമ്പിൽ ബോധം കെട്ട് നിങ്ങളുടെയൊക്കെ സഹോദരിയായി. ഇതാണ് എന്റെ ഉയർച്ചയുടെ കാരണം. സമയം ഇനിയും ഉണ്ട് മിത്രങ്ങളെ. വെയിറ്റ് ആൻഡ് സീ. എടി, നീ എല്ലാരും വായടുപ്പിച്ചല്ല. ഇനി ഒരാളും കൂടിയുണ്ട്. ഭഗവാനെ, അച്ചോ, വരണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതല്ല, എനിക്ക് തുളസി മുത്തശ്ശിയെ കാണണം. അവർക്ക് ഇന്നലെ സുഖമില്ലാണ്ടായി. ഇവിടുത്തെ ഒരു സ്റ്റാഫാ അവരെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയത്. നിങ്ങൾക്ക് അവരുടെ അഡ്രസ് വേണോ? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇറ്റ്സ് വൈറൽ. എന്റെ മെസ്സേജ് ബോക്സ് ഫുൾ ആയി പോയി. വാസന്തി എന്റെ കൂട്ടുകാരൊക്കെ അനുമോദിക്കുക, അറിയാവോ? വാസന്തിക്ക് എവിടുന്ന ഇത്രയും ധൈര്യം കിട്ടിയത്? മിഥിലയുടെ അമ്മയാണല്ലോ എന്ന് വെച്ച് ഒരു ദിവസം ഓർത്തു നോക്കി, അത്രേ ഉള്ളൂ. That's it. ഡാഡിയെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്മേ. വീണ്ടും വീണ്ടും നോക്കുകയായിരുന്നു. ഹി ഈസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. ID കാർഡ് എടുത്ത് ATM കൗണ്ടറിൽ ഇട്ടു, പാൽ പാക്കറ്റ് എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി. സിസ്റ്റം കറപ്റ്റായി. റീസെറ്റ് ചെയ്യണം. അച്ഛൻ എവിടെ? വന്നിട്ടില്ല. ചെടിക്ക് ദിവസം വെള്ളം ഒഴിക്കുന്നുണ്ടോ അമ്മേ? 2 ദിവസം കൊണ്ട് എല്ലാം വെട്ടി വൃത്തിയാക്കും. ആളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അമ്മേ? വിളവെല്ലാം എടുത്തു കഴിഞ്ഞു. വീണ്ടും തുടങ്ങണമെങ്കിൽ ഇതൊക്കെ ഒന്നേന്ന് തുടങ്ങണം. ആരാ ഉള്ള നോക്കാൻ? ഇവിടെ ആഹാരം മോശം അമ്മേ. മാസത്തിൽ ഒരിക്കലും കഴിക്കേണ്ടത് ദിവസവും ഞങ്ങൾ ഇവിടെ കഴിച്ചോണ്ടിരിക്കുക അമ്മേ. ആ വാസന്തി, എന്ത് ചെയ്യണമെന്നറിയാവോ? വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി അത് ക്ലിക്ക് ചെയ്ത് എനിക്ക് ഉടനെ വാട്സാപ്പിൽ അയക്ക്. ഞാൻ എത്രയും പെട്ടെന്ന് നിന്റെ അടുത്തെത്തും, മോള് വിഷമിക്കണ്ട. താങ്ക് യു അമ്മേ. ഓക്കെ, അമ്മയുടെ കവിള് കാണിച്ചേ. ബൈ. മുത്തശ്ശിയെ കാണാൻ വന്നതാ. എന്തിനാന്ന് ചോദിക്കില്ലേ? മുത്തശ്ശിക്ക് സുഖമില്ലെന്ന് അറിഞ്ഞല്ലോ. വയസ്സും പ്രായമൊക്കെ ആയില്ലേ? നീ എന്നെ കാണാൻ തന്നെ വന്നതാണോ? അതെ. ദാ ഇതൊക്കെ എന്തിനാ മോളെ? ഇതൊക്കെ വീട്ടിലുണ്ടായതാ. എന്റെ മോൾ ഇരിക്കെ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ഇപ്പൊ വേണ്ട. എനിക്ക് 4 ആമ്പിള്ളാരാ. ഒരുത്തന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും നോക്കാറില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു പെങ്കൊച്ചിനെ ഞാൻ പെറ്റിരുന്നെങ്കിൽ എന്നെ ഈ ഗതിയിൽ ഇട്ടേച്ച് പോകുമായിരുന്നോ മോളെ? നീ വന്നല്ലോ. അപ്പോ ഞാൻ മുത്തശ്ശിയുടെ മോളല്ലേ?
എന്നെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല മോളെ. എൻ്റെ കുഞ്ഞ് എന്നെ കാണാൻ വന്നല്ലോ. വാ മോളെ, അകത്തേക്ക് വാ. ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പറയണം, ഞാൻ കൊണ്ടുപോയി കാണിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ. ദൈവം സഹായിച്ച് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. മനുഷ്യനായി പിറന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടായാലേ ജീവിക്കാൻ കൊതി തോന്നും. ആ ഒരു ധൈര്യത്തിൽ വേണമെങ്കിൽ 100 വർഷം വരെ ജീവിക്കാം. ഇപ്പൊ ആർക്കും എവിടെ നേരെ ഇരിക്കുന്നു. എന്നാൽ ഈ തിരക്കിനിടയ്ക്ക് എൻ്റെ മോൾ എന്നെ കാണാൻ വന്നില്ലേ, ഇത് ഞാൻ മരിക്കണവരെ മറക്കില്ല മോളെ. പോയിട്ട് വരാം.